ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ അടുക്കളയിലത്തെ സ്ലാബ് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ എടുത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ആഫ്റ്റർ ബിഫോർ ആണ്. അപ്പോൾ എൻ്റെ ഒരു കിച്ചൺ ബ്ലോഗ് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ കബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുക്കളയുടെ ആദ്യത്തെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ വീട് വാങ്ങിച്ചതാണ്. 10-15 വർഷമായി. അപ്പോൾ ആ വീട് വെച്ചിട്ട് തന്നെ 30-35 വർഷമായി തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കിച്ചൺ സ്ലാബ് ഇങ്ങനെയാണ് കേട്ടോ. മാർബിളാണ്, പക്ഷേ ഇത് നല്ല മാർബിളാണ് കേട്ടോ. പക്ഷേ ഇത് ഓരോ ആൾക്കാരും ഉപയോഗിച്ച് കേടുവരുത്തിയതായിരിക്കും. ഞങ്ങൾ വീട് വാങ്ങിച്ചിട്ട് 16 വർഷമായി. അപ്പോൾ ഇത് മാറ്റാൻ ഹസ്ബൻഡ് സമ്മതിക്കുകയില്ല. അപ്പോൾ നല്ല ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി നന്നായിട്ടുണ്ടാകും കേട്ടോ. ഇത് കംപ്ലീറ്റ് ഉണ്ടോ, ഇവിടെയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ഉണ്ടോ. അപ്പം ഞാനിതൊന്ന് നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിന് ഇതിപ്പോൾ സ്ലാബൊക്കെ കുത്തിപ്പൊളിച്ച് വേറെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. പിന്നെ ക്യാഷും കൂടുതലാണ്, ബഡ്ജറ്റും കൂടുതലാണ്. അപ്പോൾ ഞാനൊരു വാൾപേപ്പർ എൻ്റെ വീടിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കിട്ടിയ കേട്ടോ. ആമസോണിലൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആമസോണിലേക്കാളും ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു ആ വാൾപേപ്പറിന് കേട്ടോ. അപ്പോൾ ഞാനത് റീഅറേഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ ഇങ്ങനെയാണ്. അപ്പോൾ ബിഫോറാണിത്. അപ്പോൾ ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വാൾപേപ്പറൊക്കെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് വാൾപേപ്പർ. അപ്പോൾ ഞാൻ അതിന് പറ്റിയ പോലെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടിക്കാം കേട്ടോ, സ്റ്റിക്കർ പോലെ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ 500 രൂപയുള്ളൂ കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ മാത്രമേ ഒട്ടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഞാൻ വേറൊരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്നാണ് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അബദ്ധവശാൽ അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ആഫ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആഫ്റ്റർ. അപ്പോൾ ഒറ്റ കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ കാണിച്ചു. ഇത് കണ്ടോ, ഞാൻ ഒട്ടിച്ചിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ലെങ്ത് ആകാൻ വേണ്ടിയിട്ട് പീസായിട്ട് ഞാൻ വെട്ടിയിട്ട് കണ്ടോ. ഇതിൻ്റെ പുറയിൽ സ്റ്റിക്കറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പാർട്ടായിട്ട് വെട്ടിയിട്ട് ഒട്ടിച്ച് കണ്ടോ. കിച്ചൺ എങ്ങനെയുണ്ട്, മാർബിൾ ഇട്ട പോലെ ഇല്ലേ. ഇത് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്. നല്ല നമുക്ക് ചൂടുള്ളതൊക്കെ കുറച്ച് വെക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചാൽ മതി. പക്ഷേ കിച്ചൺ കണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ. ഇത് കംപ്ലീറ്റ് ഒട്ടിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്തി ആവും. അപ്പോൾ ഞാൻ ഒരു പാർട്ടായിട്ട് വെട്ടിയെടുത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കാൻ പോകണു. അപ്പോൾ കംപ്ലീറ്റ് വെച്ച് നോക്കിയിട്ട് പിന്നെ ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫുള്ളും കാണിക്കാം കേട്ടോ, കിച്ചൺ കംപ്ലീറ്റ്. ഇതും ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ് കേട്ടോ. അതിൽ ഫുള്ള് ഞാൻ വെറുതെ ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് ഉണ്ടോ, പുറമേ നല്ല ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ബോക്സുകളിൽ ഞാൻ പ്ലാസ്റ്റിക് കവറ്, പിന്നെ എൻ്റെ ടവലുകൾ, അങ്ങനെ നൂലുകൾ, റബ്ബർ ബാൻഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കളയണ്ടല്ലോ, കാർഡ്ബോർഡ് പെട്ടി നല്ല ഉറപ്പുള്ള പെട്ടിയാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മളുടെ വലിയ ഊണ് കഴിക്കുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ. പണ്ട് വാങ്ങിയത്. അത് ഒത്തിരി വലുതായി, ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അത് യൂസ് ഇല്ലാതിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ സ്പൂണുകൾ, വേറെ സ്പൂണുണ്ട് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട്. ഇതൊക്കെ നമുക്ക് വേഗം തുറന്നെടുക്കണതിനേക്കാളും ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ തട്ടിൽ കുറച്ച് റബ്ബർ ബാൻഡ്, പിന്നുകൾ, അങ്ങനെ സ്ലൈഡുകൾ, ഇതൊക്കെ ഞാൻ മുടി പറക്കുമ്പോൾ വേഗം വന്നിട്ട് നമുക്ക് കബോർഡ് തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെയും കുറേ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. അപ്പോൾ ഇതും ഒരു യൂസ്ഫുൾ ആക്കിയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അതുപോലെ ഒരു മീനിൻ്റെ പെട്ടി, മീനൊക്കെ വളർത്താനായിട്ടുള്ള ഒരു പെട്ടിയില്ല, നീലപ്പെട്ടി. അപ്പോൾ അത് ചരിച്ച് വെച്ചിട്ട് ഞാൻ ഇതൊരു കബോർഡ് പോലെ. ഇതിൻ്റെ ഡോറ് ഞാൻ വേണോ വേണ്ടയോ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മീനിൻ്റെ ഒരു നീല കളറിലുള്ള പ്ലാസ്റ്റിക് പെട്ടിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മീൻ വിൽക്കാൻ വരുന്നവരൊക്കെ. അപ്പോൾ ഞങ്ങൾ അക്വേറിയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ മീനിൻ്റെ, അപ്പോൾ അതിൻ്റെ ഒരു പെട്ടി വേസ്റ്റായിരിക്കുന്നു, വെയിൽ കൊണ്ട് കേടുവരണ്ട വിചാരിച്ചിട്ട് അതിന് ചരിച്ച് വെച്ചിട്ട് ഞാൻ ഗിഫ്റ്റ് പേപ്പറാണ് ഇതൊക്കെ കേട്ടോ. ഗിഫ്റ്റ് പേപ്പറിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിലൊരു കബോർഡ് പോലെ ആക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കിച്ചണൊക്കെ. നമ്മളുടെ ബഡ്ജറ്റ് നമുക്ക് സന്തോഷമാണ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റും. ഓരോ റൂമുകളും ഓരോ സാധനങ്ങളും ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്ലെയർ അടിക്കാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.